ഒരു രാഷ്ട്രീയ കക്ഷിക്ക് ആരെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കേണ്ട എന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണമായ അധികാരമുണ്ട്, അവകാശമുണ്ട്. അതിപ്പോ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ നമുക്ക് അതിന് ചോദ്യം ചെയ്യാനുള്ള അവകാശമില്ല. പക്ഷെ ഒരു പൗരൻ എന്ന നിലയിൽ കേരളത്തിന്റെ വരുന്ന 5 വർഷത്തേക്ക് ആരാണ് ഭരിക്കുക എന്നത് ഒരു അത്തരത്തിലുള്ള ഒരു ആകാംക്ഷയോ അല്ലെങ്കിൽ താല്പര്യമോ ഉള്ള നിലയ്ക്കാണ് നമ്മൾ ഇതിനെ പരിശോധിക്കുന്നത്. CPM അതിൻ്റെ നിലവിലുള്ള എല്ലാ MLA-മാരെയും, മിക്കവാറും എല്ലാ MLA-മാരെയും, അതുപോലെ സെക്രട്ടേറിയറ്റ് മെമ്പർമാരെയും മന്ത്രിമാരെയും ഒക്കെ മത്സരിപ്പിക്കാൻ തീരുമാനിക്കും. അങ്ങനെ തീരുമാനിപ്പിക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, അവർ തന്നെ മുൻപുണ്ടാക്കിയ മാനദണ്ഡങ്ങൾ പലതും അവർക്ക് ലംഘിക്കേണ്ടി വരുന്നുണ്ട്. അത് പിന്നെ പാർട്ടി തീരുമാനിച്ച പാർട്ടിക്ക് തന്നെ വേണ്ടാന്ന് തീരുമാനിക്കാം, അത് പറ്റും. പക്ഷേ മാനദണ്ഡങ്ങളുടെ ലംഘനങ്ങൾ പലതും ഏകപക്ഷീയമായി ചിലർക്ക് അനുകൂലവും അല്ലെങ്കിൽ പക്ഷപാതപരവുമാവുന്നു എന്ന പരാതി ആണ് പാർട്ടിയിൽ ഇപ്പോൾ കൂടുതൽ വന്നിട്ടുള്ളത്. അത് നിരവധി പേര് ആ പരാതി ഉന്നയിച്ചവരുണ്ട്, പാർട്ടിക്കകത്തും നിന്നുകൊണ്ട് തന്നെ. അങ്ങനെ ഉന്നയിച്ചവർ അത് ചോദിക്കുന്നതിന് അവർക്ക് അവകാശമുണ്ട്. പാർട്ടി തീരുമാനം ഇതാണെന്ന് പറഞ്ഞാൽ ചെയ്യാനും അവകാശമുണ്ട്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. പഴയ കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത് തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ 100% അത് അങ്ങനെ തന്നെ എടുക്കുന്ന ആളുകളാണ് നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകർ, അനുഭാവികൾ ഒക്കെ. പാർട്ടി അങ്ങനെയാണ് പറഞ്ഞത്. ദേശാഭിമാനിൽ EMSന്റെ ഒരു ലേഖനം വന്നാൽ മതി, ആ ലേഖനം ആണ് അവസാന വാക്ക്. പക്ഷെ ഇന്ന് കാലം മാറിയിരിക്കുന്നു. ജനാധിപത്യത്തിന്റെ പുതുയുഗമാണ് ഇപ്പൊ നടക്കുന്നത്. ആ പുതുയുഗം എന്താ? ഒന്ന്, മാധ്യമങ്ങളുടെ രംഗത്തുണ്ടായ വലിയൊരു വിപ്ലവം. സാമൂഹ്യ മാധ്യമങ്ങൾ നമ്മുടെ നാട്ടിൽ ചെലുത്തുന്ന സ്വാധീനം, ഇതെല്ലാം പരിഗണിക്കുമ്പോൾ പാർട്ടി തീരുമാനിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ യുക്തി പാർട്ടി നേതാക്കൾക്ക് മാത്രം അറിഞ്ഞാൽ മതിയോ, ജനങ്ങൾക്ക് കൂടി അറിയണ്ടേ എന്നൊരു ചോദ്യമുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് പാർട്ടി പ്രവർത്തകരെങ്കിലും പാർട്ടിയിലെ അനുഭാവികളെങ്കിലും അറിയണ്ടേ. ഇപ്പൊ ഇവിടെ എല്ലാ മന്ത്രിമാരെയും മത്സരിപ്പിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്, അല്ലെങ്കിൽ തന്നെ വാർത്തകൾ നിറഞ്ഞു നിൽക്കുകയാണ്. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഭർത്താവ് പറയുന്നു, എൻ്റെ ഭാര്യയെ മത്സരിപ്പിക്കരുത്. ഒന്നാമത്, ഭർത്താവിന് അങ്ങനെ പറയാനുള്ള അവകാശമുണ്ടോ എന്ന ചോദ്യം തന്നെ ഞാൻ ഉന്നയിക്കുന്നു. പക്ഷെ നമ്മൾ ആദ്യം കേട്ടത് 2016 ഇവർ മത്സരിക്കുമ്പോൾ ഇവരെ മത്സരിപ്പിക്കാൻ വേണ്ടി ഒരു സമുദായ സ്ഥാപനത്തിന്റെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഭർത്താവ് തന്നെ മുമ്പോട്ട് വന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വീണ ജോർജിന്റെ ഭർത്താവ് ജോർജ് തന്നെ ആ സമുദായത്തിന്റെ പിന്തുണയുണ്ടാവും എന്ന ഉറപ്പ് നൽകിക്കൊണ്ട് മത്സരിപ്പിച്ചു എന്നാണ് നമ്മുടെ മുമ്പിലുള്ള വാർത്ത. ഇപ്പോൾ ആ ഭർത്താവ് അത് വേണ്ടാന്ന് പറയുന്നു. കുടുംബപരമായ കാരണങ്ങൾ, സാധാരണ വീട്ടിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇപ്പോൾ പ്രത്യേകിച്ചും സ്ത്രീകൾ സാമൂഹ്യ രംഗത്തേക്ക് ഇറങ്ങി വന്നാൽ അതിനെതിരായി വീട്ടിനകത്ത് തന്നെ പ്രതിരോധങ്ങൾ ഉണ്ടാവാം. ആ അർത്ഥത്തിൽ നമുക്ക് ഇതിലെ വേണമെങ്കിൽ എടുക്കാം. സ്വന്തം വീട്ടിലെ കുട്ടികളെ നോക്കണം, കാര്യങ്ങൾ നോക്കണം. ഇതൊക്കെ ഭർത്താവിന് ചെയ്തുകൂടെ എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല. ഭർത്താവിന് ചെയ്യാവുന്ന കാര്യമാണ്, ഭാര്യ തന്നെ ചെയ്തോളം നിർബന്ധമൊന്നുമില്ല. ഭാര്യ ചെയ്യുന്ന 99% കാര്യങ്ങളും ഭർത്താവിന് ചെയ്യാം. ഒരുപക്ഷെ പ്രസവിക്കുകയും മുലയൂട്ടുകയും ഒഴിച്ചാൽ ബാക്കി സ്ത്രീകൾക്ക് കുട്ടികളോട് പ്രത്യേകിച്ച് കടപ്പാടൊന്നുമില്ല. അച്ഛനും അമ്മയ്ക്കും ഒരേ ബന്ധമാണ് കുട്ടികളുമായിട്ടുള്ളത്. അതൊക്കെ നമ്മുടെ നാട്ടിലെ ഒരു സ്ത്രീപക്ഷ അല്ലെങ്കിൽ ഒരു ജനാധിപത്യത്തിന്റെ ആംഗിളിൽ നോക്കുമ്പോൾ ശരിയായ കാര്യം. പക്ഷെ ഇന്ന് നമ്മുടെ വീടുകളിൽ 90% അങ്ങനെയല്ല. അതുകൊണ്ടാണോ വീണ ജോർജിന്റെ ഭർത്താവ് ഇങ്ങനെ വേണ്ടാന്ന് പറഞ്ഞു നമ്മൾ മനസ്സിലാക്കുന്നത് വാർത്തകളിൽ നിന്നാണ്. അത് അദ്ദേഹം പാർട്ടി നേതാക്കളോട് പറഞ്ഞു. ഡോക്ടർ തോമസ് ഐസക് അത് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ റിപ്പോർട്ട് ചെയ്തു എന്നൊക്കെയാണ് നമ്മൾ മാധ്യമ വാർത്തകളിൽ കാണുന്നത്. ഭർത്താവ് പറഞ്ഞാൽ ഭാര്യ അതനുസരിക്കണമെന്നൊന്നും വിശ്വസിക്കുന്ന ഒരാളല്ല. കാരണം അവർ പൊതുപ്രവർത്തകയാണ്, ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ പ്രവർത്തകയാണ്. അവർക്ക് ഒരു മന്ത്രിയായി 5 കൊല്ലം ഇരുന്നതാണ്. ഒരുപാട് വിമർശനങ്ങൾ കേട്ട ആളാണ്. ഇപ്പൊ അവർ വേണ്ടാന്ന് തീരുമാനിച്ചാൽ അതിന് വേറൊരർത്ഥം കൂടി എടുക്കും. ഒരു പരാജയപ്പെട്ട മന്ത്രിയാണ്, അതുകൊണ്ട് അവർ വേണ്ടാന്ന് വെച്ചു എന്നൊരു വിമർശനം അവർക്കെതിരെ വരാം. അതൊക്കെ നോക്കുമ്പോൾ ഒരു പൊതുപ്രവർത്തകർക്ക് വീണ്ടും തൻ്റെ ക്വാളിറ്റി, ജനപിന്തുണ തെളിയിക്കണം എന്ന ആഗ്രഹം ഉണ്ടാവുന്നത് തെറ്റൊന്നുമല്ല, അത് ശരിയുമാണ്. പക്ഷെ ഇവിടെ 2 തരത്തിൽ ഇതിനെ കാണണം. ഒന്ന്, വീണ ജോർജ് ഒരു മന്ത്രി എന്ന നിലയിൽ എത്ര വിജയമായിരുന്നു, പരാജയമായിരുന്നു എന്നുള്ള ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട്. ആ ചോദ്യത്തിന് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം വലിയ പരാജയമായിരുന്നു എന്ന് തന്നെയാണ്. ആ പരാജയമായിരുന്നു കാരണം ഒരുപാട് വിഷയങ്ങളുണ്ട് അതിനകത്ത്. ഇപ്പോൾ കത്രിക വെച്ച് മറന്നതോ അല്ലെങ്കിൽ കെട്ടിടടിഞ്ഞ് വീണതോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ
ഞാൻ അവരുടെ കുറ്റമായി പറയില്ല. പക്ഷേ ഇതിന് ഈ തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കുന്നത് മന്ത്രി അല്ലെങ്കിൽ സർക്കാരാണ്. അതിൽ എത്രത്തോളം മുമ്പോട്ട് പോയി? ഇപ്പൊ കത്രി വെച്ച ആളുകളെ, ആംബുലൻസിൽ പീഡിപ്പിച്ച ആളുകളെ, ICUയിൽ പീഡിപ്പിച്ച ആളുകളെ ഒക്കെ സംരക്ഷിക്കുന്ന ഒരു നയമാണ് ഈ മന്ത്രി സ്വീകരിച്ചത് എന്നതാണ് പ്രശ്നം. അതുകൊണ്ടും പിന്നെ അവർ കുറച്ച് ആളുകളോട് വർത്തമാനം പറയുമ്പോൾ ഒരു രീതിയിലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഒരു ആങ്കറിന്റെ രീതിയിലാണ് പലപ്പോഴും ശ്രീമതി വീണ ജോർജ് ആളുകളോട് സംസാരിച്ചിട്ടുള്ളത് എന്ന പരാതിയുണ്ട്. അതൊക്കെ ജനങ്ങൾ തീരുമാനിക്കട്ടെ. രണ്ടാമത്തെ വിഷയം ഞാൻ കാണുന്നത് അതിനേക്കാൾ ഗൗരവമുള്ളത്, ഒരുപക്ഷെ സഭയ്ക്ക് തന്നെ ഇവർ സ്വീകാര്യമല്ല എന്ന് വരുമോ? സഭയുടെ കാൻഡിഡേറ്റ് ആയിട്ട് തന്നെയാണ് ഇവർ വന്നത്, അതിന് യാതൊരു തർക്കവും ഇല്ല. സഭയ്ക്ക് തന്നെ ഇവർ സ്വീകാര്യമല്ല എന്ന് വരുമോ? സഭയ്ക്ക് LDF സ്വീകാര്യമല്ല എന്ന് വരുമോ? അങ്ങനെ ഉണ്ടല്ലോ. ഇന്നത്തെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഞങ്ങളുടെ നിലപാട് മാറ്റുകയാണ്, ഇവർ നിന്നാലും ഞങ്ങൾക്ക് പിന്തുണയ്ക്കാൻ കഴിയില്ല എന്ന സന്ദേശമാണോ ആ സംഘടനയുടെ മുൻ ഭരണകർത്താവുകളിൽ ഒരാളായിരുന്ന സെക്രട്ടറിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു ഈ ഭർത്താവ് പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ അത് ഗുരുതരമായ കാര്യമാണ്. മന്ത്രി സ്വന്തം ഇമേജിന്റെ പുറത്ത് മത്സരിച്ച് പരാജയപ്പെടുകയാണെങ്കിലും, മന്ത്രിക്ക് ഈ മുമ്പ് കിട്ടിയിരുന്ന സാമുദായിക പിന്തുണ ഇല്ലാതെ വരുന്നതുകൊണ്ട് പരാജയപ്പെടുകയാണെങ്കിലും അത് ഗവൺമെന്റിന് വലിയ തിരിച്ചടിയാണ്. മന്ത്രിമാർ പരാജയപ്പെടുക, ഇപ്പൊ ഭരണം കിട്ടിയില്ലെങ്കിൽ പോലും മന്ത്രിമാരെല്ലാവരും ഒരു പരിധി വരെ ജയിച്ചു വന്നാൽ മന്ത്രിസഭ നന്നായിരുന്നു, പക്ഷെ ജനങ്ങളുടെ പിന്തുണയില്ല, വേറെ പല കാരണങ്ങളും ഉണ്ടാവും എന്ന് പറയാം. പക്ഷെ മന്ത്രിമാർ തോറ്റാൽ അതിന് കിട്ടുന്ന ഇമേജ് വളരെ 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 വ്യത്യസ്തമാണ്. അതാണ്. അതുകൊണ്ട് CPM ഇവരെങ്ങനെയാണ് നിർത്തണം എന്ന് തീരുമാനിക്കുകയും കുടുംബത്തിന്റെ അഭിപ്രായം പോലും മറികടന്നുകൊണ്ട് ഇവരെ സ്ഥാനാർത്ഥിയാക്കുകയും ഒക്കെ ചെയ്യുന്നതിന് വലിയൊരു റിസ്ക്കും ഉണ്ട്. അതിന് വേറെ ചില ലക്ഷ്യങ്ങളുണ്ടോ? CPMന്റെ പല തീരുമാനങ്ങളും നമ്മുടെ റിസ്ക് എന്ന് പറയുമ്പോഴും അതിന്റെ പിന്നിൽ വേറെ ഗൂഢലക്ഷ്യങ്ങളുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യം വരാം. ഏതായാലും വീണ ജോർജ് ആറന്മുളയിൽ തന്നെ മത്സരിക്കുകയും അവരവിടെ പരാജയപ്പെടുകയും ചെയ്താൽ അത് വലിയ ദോഷം വ്യക്തിപരമായി അവർക്കും സർക്കാരിനും ഉണ്ടാകും. മന്ത്രിയാണ് പരാജയപ്പെട്ടത്, ഇത്തരം ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ ശരിയാണ് എന്ന് ജനങ്ങൾ വിശ്വസിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകും. അതുകൊണ്ട് CPMന് അവരുടെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കട്ടെ. ആറന്മുളയിലെ ജനങ്ങൾ തീരുമാനിക്കട്ടെ ഈ വീണ ജോർജ് വീണ്ടും MLA ആകണമോ എന്ന്.